സർ, ബംഗ്ലാദേശിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നു എന്ന് പറയുന്ന ഉപദേഷ്ടാവിൻ്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനിസ് അദ്ദേഹം ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവുമായി ചൈനയിലേക്ക് എത്തുന്നു. ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇന്ത്യക്കുള്ള എന്തെങ്കിലും ഒരു സന്ദേശമാണോ അത്? ഇന്ത്യക്കുള്ള സന്ദേശമാണെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ചു കാലമായിട്ട് ഇന്ത്യ അദ്ദേഹത്തിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നോട്ടെ എന്നൊക്കെ ചോദിച്ച് പല കത്തുകൾ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇന്ത്യ ഒന്ന് വിളിച്ചാൽ ഓടി വരാമല്ലേ? തായ്ലൻഡിൽ അപ്പോൾ ഇന്ത്യ ക്ഷണിച്ചില്ല. തായ്ലൻഡിലൊരു ഉച്ചകോടി ഇനി നടക്കാൻ പോകുന്നുണ്ട്. ഈ നമ്മുടെ അയൽ രാജ്യങ്ങൾ നേപ്പാൾ, ശ്രീലങ്ക ഒക്കെ, മ്യാൻമാർ, എല്ലാ രാജ്യങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കൊരു കൂടിക്കാഴ്ച, മറ്റേ ബംഗാൾ ഉൾക്കടൽ ഉച്ചകോടി സമ്മിറ്റ്, അവിടെ വെച്ച് നമുക്ക് കാണാമോ എന്ന് ചോദിച്ചപ്പോഴും നമ്മൾ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. ഇയാൾ പോകുന്നതിൻ്റെ തലേന്ന്, ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തലേന്ന് കഴിഞ്ഞ ദിവസം മോദിയും നമ്മുടെ രാഷ്ട്രപതി മുർമുവും ബംഗ്ലാദേശിന് ആശംസാ സന്ദേശങ്ങൾ അയച്ചിരുന്നു. അപ്പം നമ്മുടെ മനസ്സ് മാറുമോ എന്നുള്ളൊരു സംശയം വന്നിട്ടുണ്ട്. ചിലപ്പോൾ മനസ്സ് മാറില്ല എന്നുള്ള തോന്നലാണ് ഈ ചൈന സന്ദർശനം കൊണ്ട് വരുത്തി വച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു വലിയ സന്നാഹവും സംഘവും ഒക്കെ ആയിട്ടാണ് യൂനിസ് പോയിരിക്കുന്നത്. അങ്ങേരുടെ സംഘത്തിൽ ഇദ്ദേഹം മുഖ്യ ഉപദേശിയാണല്ലോ. വിദേശകാര്യ ഉപദേശി തൗഹീദ് ഹുസൈൻ ഉണ്ട്, ഊർജ ഉപദേശി കബീർ ഖാൻ ഉണ്ട്, മറ്റേ ഗലിയൂർ റഹ്മാൻ ഉണ്ട്, ലാമിയ മുർഷീദ് ഉണ്ട്, പ്രസ് സെക്രട്ടറി ഷഫീഖുൽ ആലം എന്ന് പറഞ്ഞ ആൾ. ഇങ്ങനെ ഒരു വലിയ സംഘമായിട്ടാണ് പോയത്. ഇവിടുന്നൊരു വിമാനം പിടിച്ച് അങ്ങോട്ട് പോകുന്ന പരിപാടി അല്ലായിരുന്നു. ബെയ്ജിങ്ങിൽ നിന്ന് ചൈന ഒരു വിമാനം, ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ആണ് ഈ സംഘത്തിനെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഷീ ജിൻപിങ്ങിനെ കണ്ടു. ഇന്നലെ മറ്റേ എക്സിം ബാങ്കിൻ്റെ ചീഫുമായിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു യൂനിസും സംഘമായിട്ട്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ചൈനയുടെ, അതാണ് ഈ എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയിൽ നിന്ന് ഈ അമേരിക്കയിലേക്കുള്ള ചരക്കിന് വലിയ തീരുവ ഏർപ്പെടുത്തും എന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശ് ഒരു താവളമാക്കി അവിടെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശ്രമം ചൈന നടത്തുന്നുണ്ട്. അവിടെ നിന്ന് പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാം എന്നുള്ള ചർച്ചകളൊക്കെയാണ് നടന്നതെന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. മുമ്പ് ഈ എക്സിം ബാങ്ക് ഈ അടിസ്ഥാന സൗകര്യം, ഊർജം, എനർജി, ഈ രണ്ട് മേഖലകളിലാണ് നിക്ഷേപമൊക്കെ നടത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ. ഇനി അങ്ങനെയല്ല, ഈ സ്വകാര്യ കമ്പനികളൊക്കെ ബംഗ്ലാദേശിൽ നിക്ഷേപം നടത്താൻ പോകുന്നു നമ്മുടെ അയലത്ത്. ആ ചർച്ചകൾ ധാരാളം നടന്നതായിട്ട് പല റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഈ ബൊയാവോ ഫോറം ഈ സമ്മിറ്റിൽ, ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇയാൾ. ഏഷ്യ ആനുവൽ കോൺഫറൻസ് 2025 ഹൈനാനിൽ നടന്ന ഉച്ചകോടി, അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് സ്വകാര്യ മേഖലകൾ നിന്നുള്ളവർ, കമ്പനികൾ, സ്വകാര്യ കമ്പനികൾ നിക്ഷേപം നടത്തുന്നതിനെ പറ്റി, ബംഗ്ലാദേശിൽ നിക്ഷേപം നടത്തുന്നതിനെ പറ്റി ചർച്ചകൾ നടക്കുന്നത്. ചൈന ഏറ്റവും വലിയ കച്ചവട പങ്കാളി, ബംഗ്ലാദേശുമായിട്ടുള്ള ഏറ്റവും വലിയ കച്ചവട പങ്കാളിയാണ്. പക്ഷേ കയറ്റുമതി വളരെ കുറവാണ്. മറ്റേ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതി ചൈനയിലേക്കുണ്ട്, പക്ഷേ കയറ്റുമതി, കാരണം അതിനും മാത്രം പൈസയൊന്നും ബംഗ്ലാദേശിൻ്റെ കയ്യിലില്ലല്ലോ. ഈ കയറ്റിറക്ക് പരിപാടിയിൽ, കച്ചവടത്തിൽ $16.45 ബില്യൺ കമ്മിയാണ്. ബംഗ്ലാദേശ് മറ്റേ BRA, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, അടിസ്ഥാന സൗകര്യ പദ്ധതിയിൽ അംഗമാണ് ചൈനയുടെ. അപ്പോൾ പാകിസ്ഥാനിലൊക്കെ ചെയ്യുന്നത് പോലെ ചൈനയിലും പാലങ്ങൾ, റെയിൽവേ, റോഡുകൾ, അതൊക്കെ പണിയുന്നുണ്ട് ചൈന. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റോഗ്രാം അല്ലേ, ചിറ്റഗോങ്, അവിടെ പ്രത്യേക സാമ്പത്തിക മേഖല തുറക്കാൻ പോവുകയാണ് ചൈന. അതാണ് പ്രധാനപ്പെട്ട പദ്ധതിയായിട്ട് റിപ്പോർട്ടുകളിൽ വരുന്നത്. പിന്നെ ആരോഗ്യരംഗത്ത്
കുറേ കാര്യങ്ങൾ പല ആശുപത്രികളുമൊക്കെ ആയിട്ട് യൂനുസ് നേരിട്ട് പോയി ഉടമകളെയൊക്കെ കണ്ട് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഈ സോളാർ പാനലിൻ്റെയൊക്കെ വലിയൊരു നിർമ്മാതാക്കൾ ലോങ്ഗി എന്ന് പറഞ്ഞ കമ്പനി, ചൈനീസ് കമ്പനി, അത് ബംഗ്ലാദേശിലേക്ക് വരും, അതിൻ്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പിന്നെ ചൈന ബംഗ്ലാദേശിൽ നിന്ന് ധാരാളമായിട്ട് മാമ്പഴം, ചക്കപ്പഴം, പേരയ്ക്ക ഇതൊക്കെ വാങ്ങും എന്ന റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും വാങ്ങാനില്ലേ എന്നൊരു സംശയമാണ്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, മെഷീനറി, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ നിന്നും പലരും വാങ്ങുന്നത് അങ്ങനെയാണല്ലോ കാണുക. ഇതിങ്ങനെയാണ് കാണുന്നത്: മാമ്പഴം, ചക്കപ്പഴം, പേരയ്ക്ക, ഞങ്ങളിതൊക്കെ കൂടുതൽ മേടിക്കാം ഉറപ്പെടുക്കുന്നു. ചൈന ഉറപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഇന്ന് രാവിലെ ഷെയ്യുമായിട്ടുള്ള ചർച്ചയൊക്കെ നടന്നു. അപ്പോൾ ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ ദിനത്തിലെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഉടനെ യൂനുസ് ഈ ചൈന അയച്ചു കൊടുത്ത ചാർട്ടേഡ് വിമാനത്തിൽ അങ്ങോട്ട് പോയി. ആ സ്വാതന്ത്ര്യ ദിനത്തിൽ പോയി എന്നുള്ളത് തന്നെ ഇന്ത്യക്കുള്ള സന്ദേശമാണ് എന്നൊക്കെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ സദേൺ ചൈന ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത്. 4 ദിവസം ആണ് സന്ദർശനം. ദവോസ്, വാഷിങ്ടൺ, കെയ്റോ അവിടെയൊക്കെ പോയിരുന്നു പ്രതിനിധി സംഘങ്ങൾ ബംഗ്ലാദേശിൻ്റെ. ഇനി മറ്റേ വൈദ്യുതി, ഊർജം, മിനറൽസ്, ട്രാൻസ്പോർട്ട്, പാലം, റെയിൽവേസ്, ഈ വക കാര്യങ്ങളിലൊക്കെ നിക്ഷേപം വരും ചൈനയിൽ നിന്ന് എന്ന് കാണുന്നുണ്ട്. ചൈനയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഇന്ത്യയിൽ വരണം എന്നുള്ളതായിരുന്നു യൂനുസിൻ്റെ ആഗ്രഹം. ഷെയ്ഖ് ഹസീന ചെയ്തിരുന്നത് അങ്ങനെയാണല്ലോ. ഷെയ്ഖ് ഹസീന ഏറ്റവും ഒടുവിലും നിഷ്കാസിതയാകുന്നതിന് മുമ്പും ഇന്ത്യയിൽ വന്നിട്ടാണ് അങ്ങോട്ട് പോയത്. ഇന്ത്യക്കാണ് മുൻഗണന. കാരണം ഇന്ത്യക്ക് എന്ത് തോന്നുന്നു അവരെപ്പോഴും നോക്കും. 2 സ്ഥലത്തും കടം ചോദിക്കാനായിട്ടാണ്. പക്ഷെ ഇന്ത്യക്ക് പ്രഥമ പരിഗണന നൽകിയിട്ടേ അവർ അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. വലിയ വായ്പയൊന്നും അന്ന് ചൈനയിൽ നിന്ന് കിട്ടുകയും ചെയ്തിരുന്നില്ല തൊട്ട് മുമ്പ് പോയപ്പോൾ. അപ്പോൾ ബെയ്ജിങ് അയച്ച ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞില്ല, 50 കൊല്ലത്തിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട സന്ദർശനം ബംഗ്ലാദേശിൽ നിന്നുള്ള, ബംഗ്ലാദേശിൻ്റെ 50 വർഷത്തെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സന്ദർശനം എന്നാണ് ധാക്ക ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചൈന സ്ഥാനപതി യാവോ വെൻ, ബംഗ്ലാദേശിലെ സ്ഥാനപതിയും ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഇത് ഭയങ്കര നിർണായകമായ സന്ദർശനമാണ്, ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പോകുമ്പോൾ അവിടെ പെക്കിംഗ് യൂണിവേഴ്സിറ്റിയുടെ പേര് പഴയത് തന്നെ, കോടതികളുടെ പേരൊക്കെ പഴയത് ആയിട്ട് ഇന്ത്യയിലിരിക്കുന്നത് പോലെ. അപ്പോൾ പെക്കിംഗ് യൂണിവേഴ്സിറ്റി യൂനുസിന് ഓണററി ഡോക്ടറേറ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്, പ്രഭാഷണം യൂനുസ്. പിന്നെ ഹൈടെക് പാർക്കുകൾ, ആശുപത്രി ശൃംഖലകൾ, അവരുമൊക്കെ ആയിട്ട് ചർച്ച നടത്തുന്നുണ്ട് യൂനുസ്. അത് സ്വകാര്യ സംരംഭകരുണ്ടല്ലോ അവിടുത്തെ, അവരുമായിട്ടാണ് ചർച്ച. അവർക്ക് തന്നെ വരാം, അവരെ ക്ഷണിക്കുന്ന പരിപാടി. 138 മില്യൺ ഈ ആരോഗ്യരംഗത്ത് ഗ്രാൻഡ്, $138 മില്യൺ ഹെൽത്ത് കെയർ, ആ രംഗത്ത് ചൈന ഗ്രാൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ഒപ്പിടാമെന്നും പറഞ്ഞിട്ടുണ്ട്. യൂനുസ് വന്ന ശേഷം $230 മില്യൺ നിക്ഷേപം ബംഗ്ലാദേശിൽ 14 ചൈനീസ് കമ്പനികൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്ത്യ വിരുദ്ധ ഭരണകൂടം ബംഗ്ലാദേശിൽ വന്നപ്പോൾ ചൈന ഒരു പ്രത്യേക പരിഗണന ബംഗ്ലാദേശിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 14 ചൈനീസ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് താല്പര്യമില്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 76 ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ അവിടെ നടന്നു ബംഗ്ലാദേശ്. യൂനുസ് വന്ന ശേഷം 23 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു, 152 ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. അതാണ് കണക്ക്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ താല്പര്യം ബംഗ്ലാദേശുമായിട്ടുള്ള നയതന്ത്രം പുതുക്കുന്നതിലോ ഒന്നും കാണിക്കുന്നില്ല. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും കാണിക്കുന്നില്ല. തായ്ലൻഡിൽ വെച്ച് മോദിയും യൂനൂസും തമ്മിൽ 1-to-1 ചർച്ച നടക്കുക. കാരണം അവർ വേദിയിലൊക്കെ ഒന്നിച്ചിരിക്കുന്നുണ്ടാവും, പക്ഷെ ഒരു ചർച്ച നടക്കുക എന്നുള്ളത് ഇനിയും കാണാനിരിക്കുന്നു. ഈ നമുക്കിപ്പോൾ സന്ദേശം തന്നിരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾ ചൈനയ്ക്ക് താവളം കൊടുക്കുന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ ഇനി അതിലേക്കാണ് ഇത് പോവുക. മറ്റേ തുറമുഖം ചിറ്റഗോങ് തുറമുഖം ഓപ്പറേറ്റ് ചെയ്യുന്നത് ചൈനയാണ്. നമുക്ക് മംഗള തുറമുഖം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ ചിറ്റഗോങ്ങിൽ മറ്റേ എക്കണോമിക് സോൺ കൂടി വരാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട താവളം കൂടി നമ്മുടെ അയലത്ത് വരുന്നു എന്ന് വേണം കാണാൻ. അല്ലെങ്കിൽ തന്നെ തുറമുഖം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തുറമുഖം എന്ന് പറയുമ്പോൾ സൈനിക താവളം കൂടിയാണ്. അവിടെ ഒരു ചൈനയുടെ സാമ്പത്തിക മേഖലയും കൂടി വരാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.